ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മൂന്നാർ വിശേഷമാണ് കേട്ടെന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് 2ാം ദിവസമാണ്. ഞാൻ തലേ ദിവസത്തെ വീഡിയോസും ഇതെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2ാം ദിവസമാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യാണ് കേട്ടോ, കാറിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിങ്ങനെ അതിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ കാണാൻ നമ്മുടെ അങ്ങനെ ഞങ്ങൾ താമസിക്കാൻ വേണ്ടി ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫ്രഷായി കുളിച്ച് അവിടെ നിന്ന് ഇറങ്ങിക്കുന്നു. ഇനി നമുക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടെത്തണം കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നെയ് റോസ്റ്റോ ഇഡ്ഡലിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിക്കാം, അവരത്ര ഇഷ്ടം. അങ്ങനെ നമ്മൾ മസാല ദോശ കഴിക്കാൻ വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. മഞ്ഞൾ പൊതിഞ്ഞ മലനിരകളും തണുത്ത കാറ്റും ചേർന്ന് മൂന്നാറിനെ ഒരു മാന്ത്രിക ഭൂമിയാക്കുന്നു. പുലർച്ചെ മൂടൽ മഞ്ഞളിലൂടെയുള്ള യാത്രയും ചൂടുള്ള ചായ കുടിച്ചുകൊണ്ട് മലനിരകളുടെ ഭംഗി ആസ്വദിക്കുന്നതും മനസ്സിന് വല്ലാത്തൊരു റിഫ്രഷ്മെൻറ്റ് നൽകും. തിരക്കുകളിൽ നിന്നെല്ലാം ഒളിച്ചോടി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഇടമാണ് മൂന്നാർ. പിന്നെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡയറക്ഷൻ ഭാഗത്തേക്കാണ് പോയത്. നോക്കുമ്പോൾ അവിടെ നമ്മൾ എക്കോ പോയിൻ്റിൽ പോയി, ഫോട്ടോ പോയിൻ്റിൽ പോയി, മാട്ടുപ്പെട്ടി ഡാമും അവിടെ ബോട്ടിങ്ങിലൊക്കെ പോയിട്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് ശരിക്കും മഴ ആയതുകൊണ്ട് അവിടെ അധികം അങ്ങനെ ഇറങ്ങാനും സ്പെൻഡ് ചെയ്യാനും കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറി പോയിട്ടോ, ഹോം മെയ്ഡ് ചോക്ലേറ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ അവിടെ നല്ല ഈ തേയില തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ടീ പൗഡറുകൾ, തൈറോയിഡിന് വേണ്ടിയിട്ട്, റിലീഫ് പെയിനിന് വേണ്ടിയിട്ട്, ലോസ് വെയ്റ്റിന് വേണ്ടിയിട്ട്, ഗ്രീൻ ടീ, അതൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു. ഞങ്ങൾ മേടിച്ചത് ഈ ഗ്രീൻ ആപ്പിളിൻ്റെ ടീ പൗഡറും അതുപോലെ ചോക്ലേറ്റ് ടീ പൗഡറുമാണ് മേടിച്ചത് കേട്ടോ. പിന്നെ അവിടെ മറ്റേ സ്പൈസസ് ആയിട്ടുള്ളത് ഏത് വേണമെങ്കിലും, ഏത് മോഡൽ വേണം ഐറ്റംസ് ഉണ്ട് അവിടെ. അടിപൊളിയാണ് കേട്ടോ. ഷോപ്പ് കാണാതെ തന്നെ അടിപൊളിയാണ്. അതൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ തന്നെ എന്താ ഒരു ചന്തം ഷോപ്പിൽ.